പിതാവിനും പുത്രനും പരിശുദ്ധാറൂഹായിക്കും സ്തുതിയാദിലെ പോലെ എപ്പോഴും എന്നേക്കും തന്നെ ആമീൻ. ഏവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു വചനഭാഗം ഇങ്ങനെ ചിന്തിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 45-ാം അധ്യായം 1-ാം വാക്യത്തിൽ, രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിരിക്കപ്പെടേണ്ടതിനു വേണ്ടി ആരുടെ വലതു കൈ താനും ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പാടാമ്പലുകളെ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരങ്ങളും ഞാൻ നിനക്ക് തരും. കർത്താവിലേറ്റ സ്നേഹം നിറഞ്ഞവർ, ഇത് ഒരു സൈറസ് എന്ന് പറയപ്പെടുന്ന ഒരു രാജാവിനെ വിളിച്ച് വേർതിരിക്കുന്നതായൊരു കാഴ്ചയാണ്. ഇവിടെ സൈറസ് എന്ന് പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ കാലഘട്ടം. ഇസ്രായേൽ ജനം മുഴുവൻ ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് മാറിപ്പോകുന്നതായ ഒരു കാലഘട്ടമാണ്. ദൈവജനം മുഴുവൻ ദൈവത്തെ മറന്നുകൊണ്ട് പലതിൻ്റെയും പിന്നാലെ പോയി വിഗ്രഹാരാധനയിലേക്കും അധാർമികതകളിലേക്കും അനീതികളിലേക്കൊക്കെ കൂപ്പുകുത്തുന്നതായൊരു സാഹചര്യത്തിൽ തൻ്റെ പ്രവാചക ദൗത്യം ചെയ്യുന്നതായ യെശയ്യാ പ്രവാചകൻ, അങ്ങനെ അതിനിടയിൽ തൻ്റെ ജനം മുഴുവൻ നഷ്ടപ്പെട്ട് ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് മാറിപ്പോകുമ്പോൾ ആ ജനത്തിന് നൽകുന്ന വലിയൊരു പ്രതീക്ഷയുടെ വാക്ക് ഇങ്ങനെയാണ്: ഇതാ എൻ്റെ ജനത്തെ വീണ്ടും തിരികെ കൊണ്ടുവരേണ്ടതിന് വേണ്ടിയിട്ട് ഞാനൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാനാണ് നിൻ്റെ ദൈവം എന്ന് നീ തന്നെ അറിയേണ്ടതിന് വേണ്ടിയിട്ട് രഹസ്യമായ ധനശേഖരങ്ങളെല്ലാം നൽകാനിടയെത്തിരുമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഇവിടെ വിളിച്ച് വേർതിരിക്കുന്നതായ സൈറസ് എന്ന് പറയപ്പെടുന്നതായ ആ വ്യക്തിത്വം അത് അസീറിയൻ രാജാവാണ്. ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുന്നത് അസീറിയയിലെ ഒരു രാജാവിനെ. കർത്താവിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ ഉപകരണമായിട്ട് മാറുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ അത് ഇസ്രായേലെന്നോ വിജാതീനെന്നോ അല്ലെങ്കിൽ മാറ്റപ്പെട്ടവരെന്നൊന്നും യാതൊരു വ്യത്യാസമില്ല. ദൈവം തിരഞ്ഞെടുക്കുന്നത് ആരെയാണെന്നറിയില്ല. മറിച്ച് ഇവിടെ ഒരു വിജാതീയനായ യഹൂദനല്ലാത്ത ഒരു രാജാവിനെ കർത്താവ് തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ ജനത്തെ വിമോചിപ്പിക്കാൻ കർത്താവ് ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് ദൈവസ്നേഹത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. കാരണം ഇതാ ഇസ്രായേലിൻ്റെ മാത്രമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ഭരിക്കാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇങ്ങനെയാണ്: നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് വേണ്ടിയിട്ട്. കണ്ടോ, നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഇസ്രായേലിൻ്റെ രാജാവായി ഇസ്രായേലിൻ്റെ വിമോചകനായിട്ട് മാറ്റിയെങ്കിൽ ഞാനാണ് സകലത്തിൻ്റെയും ദൈവം എന്ന് നീ അറിയേണ്ടതിന് വേണ്ടിയിട്ട് രഹസ്യ ധനശേഖരങ്ങൾ അന്ധകാര നിധികളെല്ലാം ഞാൻ നിനക്ക് നൽകാനിടയായി തീരും. കർത്താവിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ രക്ഷകൻ കർത്താവ് സകലത്തിൻ്റെയും ദൈവമാണ്. അവിടുന്ന് ഒരു ജനതകളുടെ മാത്രം ദൈവമല്ല, മറിച്ച് ലോകം മുഴുവൻ്റെയും ദൈവമാണ്. സകലത്തിൻ്റെയും സൃഷ്ടികർത്താവാണ് അവിടുന്ന് നിനക്ക് മുമ്പേ പോയിട്ട് മലകളെല്ലാം നിരപ്പാകും, കുന്നുകളെല്ലാം ഇടിച്ച് പൊടിയാക്കും. ഉണ്ടോ, നിനക്ക് മുമ്പേ പോയി കർത്താവ് എല്ലാം അനുകൂലമാക്കി മാറ്റാനിടയാക്കി തീർക്കും. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനാണ്. അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനെയും ഉപകരണമാക്കി മാറ്റാനിടയാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, എന്നെയും നിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. നിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ നിൻ്റെ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ എന്ന് സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എന്നെ അങ്ങയുടെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിൻ്റെ ചിന്തകൾ മുഖാന്തരമായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.